ചെറുവണ്ടികളുണ്ട് അല്ലേ? ചെറുവണ്ടികൾ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികൾ, പിന്നെ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ട് അല്ലേ? ഓക്കെ, ആണ് ഡീസൽ എഞ്ചിനാ വരുന്നത്. സെക്കൻഡ് ഓണർ 335 ചോദിക്കുന്നത്. ആ 335 നിങ്ങൾക്ക് ഫിനാൻസ് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത വണ്ടി ഏതാ? നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കുറെ ചെറിയ വണ്ടികളുണ്ട്. ഓൺഷിപ്പിൽ കിടക്കുന്ന നീറ്റ് വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു അപാകത കാര്യങ്ങളുള്ള കമ്പനി സർവീസുള്ള വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ പക്കയാണ്. അപ്പൊ വില 50,000, വെറും 50,000 രൂപ ഈ വണ്ടി ഇറക്കും. ഇത് ഏതാ മോഡൽ? റിച്ചിന്റെ അത്യാവശ്യം നല്ല കളക്ഷനാണ്. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പോലെ റിച്ച് കാണുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിരന്ന് റിച്ച് കിടക്കുകയാണ്. ആദ്യം പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് പറ്റിയ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതേ ഇവിടെ കിടക്കുന്നു ഇയോൺ ഇഷ്ടം പോലെ. എന്തുകൊണ്ടും ചെറിയ ബഡ്ജറ്റിൽ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷോറൂമാണ് റിയൽ ചോയ്സ് അല്ലേ? ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. റിയൽ ചോയ്സ് അല്ലേ? റിയൽ ചോയ്സ് എന്ന് പറയുന്ന യൂസ് കാർ ഷോറൂമിലാണ്. തൻസീൽ ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്തേ. ഇത് നമ്മളെ മലപ്പുറം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. കാവുങ്കൽ മുണ്ടമ്പ് ബൈപ്പാസിൽ നമ്മുടെ ഷോപ്പ് വരുന്നത്. ഈ റോഡ് നേരെ പാലക്കാടാണുള്ളത്. ഓക്കെ, പ്രോപ്പർ സ്ഥലം ഇത് കാവുങ്കൽ ബൈപ്പാസ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ടല്ലേ? ചെറുവണ്ടികളുണ്ട് അല്ലേ? ചെറുവണ്ടികൾ ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികൾ, പിന്നെ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാലോ? i20 തുടങ്ങാം. ഇത് 2019 മോഡലാണ്. സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നീറ്റ് വണ്ടി അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു അപാകത കാര്യങ്ങളുള്ള കമ്പനി സർവീസുള്ള വണ്ടിയാണ്. മെക്കാനിക് ഒക്കെ പക്കയാണ്. അപ്പൊ വില ഇത് 5.25 ചോദിക്കണം. 5.25 ചോദിക്കണ വില അല്ലേ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ? മാക്സിമം നെഗോഷ്യബിൾ ആണ്. അപ്പൊ 5.25 എത്ര വരെ ഫിനാൻസ് കയറും ഇതിന്? ഒരു 5 ലക്ഷം റുപ്യന്റെ അടുത്ത് നമുക്ക് ലോണും ചെയ്യാം അല്ലേ? 75,000 വണ്ടി ഇറക്കാം. ഓക്കെ, ഇത് പോയ വണ്ടിയാണോ? സോൾഡ് ആയിക്കണ്. 2017 മോഡലേനോ? 17 അല്ലേ? 5 ലക്ഷം റുപ്യൊക്കെ കൊടുത്തു. 5 ലക്ഷം രൂപയ്ക്ക് പേപ്പർ എല്ലാം ക്ലിയർ ആയി കിടക്കുകയാണ്. കൊടുത്തു. അപ്പൊ സ്വിഫ്റ്റ് 2011 മോഡല് 12 റേസുള്ള വണ്ടിയാണ്. ഓക്കെ, ആണ് ഡീസൽ എഞ്ചിനാ വരുന്നത്. സെക്കൻഡ് ഓണർ 1,68,000 കിലോമീറ്റർ. കമ്പനി സർവീസും ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസുള്ള വണ്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ വില എത്ര? ഇത് നമുക്ക് 3.10 കൊടുക്കാം. 3.10 എത്ര വരെ ഫിനാൻസ് കയറും? ഇതിന് ഒരു 2.5 ലക്ഷം ലോൺ കയറും. നമുക്ക് 2.5 ലക്ഷം ലോൺ കയറും അല്ലേ? ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്. 12 മോഡല് 13 റേസറുള്ള വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.15 ആണ്. ഡീസൽ എഞ്ചിനാ വരുന്നത്. ഡീസൽ എഞ്ചിനാണ്. വീഡിയോ 1.15 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അപാകത കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി. അതെ. അപ്പൊ ചോദിക്കണ വില? ഇത് നമുക്ക് 3.35 കൊടുക്കാം. ഡീസൽ 3,35,000 ആണ് ചോദിക്കുന്ന വില. വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റേറ്റ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? മാക്സിമം. അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ സീറോ ഡൗൺ കൊടുക്കാന്ന് പറഞ്ഞല്ലോ, ഇന്നോവ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. ഇത് 2014 മോഡലാണ്. 14 മോഡൽ അല്ലേ? കേരള വണ്ടിയാണോ? അല്ല, റീ വണ്ടിയാണ് അല്ലേ? ഓക്കെ, കേരളയിലേക്ക് ആയ പേപ്പർ ഇതായ വണ്ടിയാണ്. അപ്പോ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 2 ലക്ഷത്തിന് അടുത്ത് ഓടിയിട്ടുണ്ട്. 2 ലക്ഷം ജെനുവിൻ ആണോ കിലോമീറ്റർ? ഏകദേശം ജെനുവിനാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ടല് പിന്നെ നമ്മൾ 2 ഗ്യാരണ്ടി ഉണ്ട്. ടോട്ടൽ ലോസും ഇല്ല, ഫ്ലഡും ഇല്ല ഉള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കാം. നമ്മൾ ഇൻട്രോയിൽ അത് പറയാൻ വിട്ടുപോയതാണ്. ഇവിടുത്തെ വണ്ടികളിൽ ടോട്ടൽ ലോസ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല. നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി ആയിരിക്കും. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ വണ്ടിയും നീറ്റ് ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്ന വില? 7.5 ലക്ഷം റുപ്യ. 7.5. 14 മോഡല് 14. അപ്പൊ ഇതില് എത്ര ഫിനാൻസ് കയറും? ഇത് നമുക്കൊരു ഫുൾ ഓൺ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഫുൾ ഓൺ ആണ്. നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ്, ഞാനത് വിട്ടുപോയതാണ്. നല്ല ട്രാക്കുള്ള വ്യക്തിയാണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ, അതായത് ഈ 7 ലക്ഷം പറയുമ്പോൾ ആ 7 നിങ്ങൾക്ക് ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഈ സ്വിഫ്റ്റ് ഇത് ഡിസയർ ആണ്. 2012 മോഡൽ ഡിസയർ ആണ് കേട്ടോ. ഞാൻ ബാക്കോട്ട് നോക്കിയില്ലായിരുന്നു. 2012 മോഡൽ. വേരിയന്റ് ഏതായിരുന്നു? ഇത് വീഡിയോ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനം. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,15,000. 1.15 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ചോദിക്കണ വില എത്ര? ഇത് നമുക്ക് 3.25 കൊടുക്കാം. 3.25 കൊടുക്കാനായിട്ടിരിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതിൽ ഫിനാൻസ് വീഴുമല്ലോ? ഫിനാൻസ് 2.5 കയറും. 2.5 ഫിനാൻസ് കയറും. ഒരു റിഡ്സ് ഉണ്ടല്ലോ ഇവിടെ. റിഡ്സ് 2012 മോഡല് വീഡിയോ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. വീഡിയോ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. ഡീസൽ. ഓക്കെ, മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 1.49 ആണ്. 1.5 റേഞ്ചിൽ ഓടിയിട്ടുള്ളൂ. 1.5 റേഞ്ചിലാണ് ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടി. അപ്പൊ നമ്മുടെ വില
ഇത് നമുക്ക് 2.65 വയ്ക്കുന്ന ചെറിയ നെഗോഷ്യബിളും ഉണ്ടാവും. 2.65 2 ലക്ഷം ലോണും കയറും. 2 ലക്ഷം ലോണും ചെയ്യും. 65 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. അടുത്തൊരു നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് സണ്ണി. സണ്ണി 2012 മോഡലാണ്. 12 മോഡല്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? ഡീസലാണ്, ഒറിജിനൽ കേരള വണ്ടി. ഡീസൽ ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്റർ 1.30. 1.30 ഓടിയുണ്ട്. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ. അപ്പോൾ വില നമുക്ക് 2,85,000 രൂപ കൊടുക്കാം. 2,85,000 രൂപയ്ക്കാണ് സെഡാൻ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത്. ഫിനാൻസ് വീഡിയോ തന്നെ ഫിനാൻസ് ഒരു 2 ലക്ഷത്തിന് അടുത്ത് ലോണും കയറും. ലോൺ കയറും അല്ലേ? നമുക്ക് 2013 മുകളിലേക്കാണോ ഫിനാൻസ് ഈസിലി വീഴുക? അല്ല, നമുക്ക് 2010 മേലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. 10 മേലേക്ക് ചെയ്യാം തൊട്ട് ചെയ്യാം അല്ലേ? 10 മേലൊക്കെ ആകുമ്പോൾ 2 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 13 മേലേക്കാണെങ്കിൽ 3 വർഷം ചെയ്യാം. 3 വർഷം ചെയ്യാം. മോഡൽ കൂടി ഒരു 20 മേലേക്കുള്ള വണ്ടിയാണെങ്കിൽ 5 വർഷം 5 വർഷം ആ റേഞ്ചിൽ നമുക്ക് ചെയ്ത് ആ റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി വണ്ടികൾ നമുക്ക് കുറച്ച് വണ്ടികൾ ബാക്കിയിലുണ്ട്, അതുകൂടി നോക്കാം. അടുത്ത വീണ്ടും റിറ്റ്സ് പറഞ്ഞോ. ഇത് 2014 മോഡലാണ്. 14 മോഡല്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 1,05,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. വേരിയന്റ് ഏതായിരുന്നു? ഇത് വീഡിയോ ഓപ്ഷൻ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ വീഡിയോ ആണ്. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ അത്യാവശ്യം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ അപ്പോഴ്സിയൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? പിന്നെ അടിപൊളി വീൽ കപ്പ് ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഷോ കണ്ടീഷനിലാണ്. അപ്പോൾ വില എത്ര? ഇത് നമുക്ക് 3,35 കൊടുക്കാം. 35 നമുക്ക് ലോൺ ഫുൾ ലോണിലും കയറും. 35 ഫുൾ ലോൺ കയറും അല്ലേ? സീറോ ഡൗൺ പേയ്മെന്റ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 3,35 ചോദിക്കുന്നത്. ആ 3,35 നിങ്ങൾക്ക് ഫിനാൻസ് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത വണ്ടി ഏതാ? നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ കുറേ ചെറിയ വണ്ടികളുണ്ട്. ഇത് കൊടുക്കാനുള്ള ലേറ്റുണ്ട്. ഇത് നമുക്ക് 50 രൂപ ഉണ്ട് വണ്ടിയാണ്. 50,000. വെറും 50,000 രൂപ ഈ വണ്ടി ഇറക്കാം. ഇത് ഏതാ മോഡല്? ഇത് 2004 മോഡലാണ്. 2004 മോഡല്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്? 29 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 29 വരെ പേപ്പർ ഉണ്ട്. മെക്കാനിക്കൽ സൈഡെല്ലാം ക്ലിയർ ആണ്. ഈ പഠിക്കുന്ന യൂസിനൊക്കെ പറ്റുന്ന വണ്ടിയാണ്. തീർച്ചയായിട്ടും പഠിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൈ തെളിയാൻ ഉപയോഗിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഒരേ അടുത്തുള്ള അടിപൊളി. അടുത്തൊരു കേട്ടൻ വരുന്നുണ്ട്. കേട്ടൻ 2012 മോഡല് VXI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 75,000. ഒന്നിനെ താഴെ ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. തേർഡ് ഓണർഷിപ്പിലാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരും. VXI കൊണ്ട് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ വില എത്ര? ഇത് 1.25 നമുക്ക് കൊടുക്കും. 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാം കേട്ടോ. ഇയോണ് വരുന്നുണ്ട്. 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടി. ഇത് ഇറ പ്ലസ് വരുന്നത്. നമുക്ക് ഒരു 2.25 വയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്യാം. 2.25 ചോദിക്കുന്നത്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2016 മോഡല്. നമുക്ക് ഫുൾ ലോൺ കൊടുക്കും. ഫുൾ ലോൺ കിട്ടും. ചെറിയ വണ്ടിയാണ്, ഹ്യുണ്ടായുടെ വണ്ടിയാണ്. ഫുൾ ലോൺ വീഴാൻ സാധ്യതയുണ്ട്. സാൻഡ്രോ ഉണ്ട് 2010 മോഡല്. 10 മോഡല് സിംഗ് അല്ലേ? ഇത് നമുക്ക് 1.25 വയ്ക്കുന്നുണ്ട്. 1.25 ചോദിക്കുന്നുണ്ട് അല്ലേ? വേറെ പവർ വിൻഡോ കാര്യങ്ങൾ, പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന AC കാര്യങ്ങൾ. പിന്നെ ഗ്യാസും കയറ്റിയിട്ടുണ്ട്. ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഏതാ? LPG വരിക. LPG ആണല്ലേ? ഓക്കെ. LPG ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ യൂസ് ചെയ്യാതിരിക്കാം. പിന്നെ ഐട്ടുണ്ട്. പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. പേപ്പർ എടുത്ത വണ്ടി 2009 മോഡല്. 5 വർഷത്തിന് പേപ്പറുള്ള വണ്ടിയാണല്ലേ? ഓക്കെ. ഇത് 1.40 ചോദിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എത്ര ഓടി ഉണ്ടാവും? ഇത് 1 ലെവൽ ഓടിയിട്ടുള്ളൂ. 1 ലെവൽ ഓടിയിട്ടുള്ളൂ അല്ലേ? മെക്കാനിക്കൽ സൈഡൊന്നും പ്രശ്നമില്ല. ഇല്ല, മെക്കാനിക്കൽ നല്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസും ഇല്ല. മൈലേജിന് ചെറിയ ഷോർട്ട് ഉണ്ടാവും. ഐട്ടൺ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. അലൈവീലും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. വില എത്രയായിരുന്നു പറഞ്ഞത്? ഇത് 1.40. 1.40. ബാക്കിലും കിടപ്പുണ്ടല്ലോ. ബാഗില് ഇത് 2013 മോഡല് മാഗ്ന എന്ന ഓപ്ഷൻ വരുന്നത്. ഓക്കെ. സോറി, മാഗ്ന അല്ല, ഇറ പ്ലസ് ആണല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1.25 ഓടിയിട്ടുള്ളത്. 1.25 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ ചെറിയ പോളിഷിങ്ങിന് കമ്മിയുണ്ട്. നമ്മൾ ചെയ്ത് കൊടുക്കാം. പോളിഷിങ്ങിന്റെ പ്രശ്നം ഉണ്ടാ ചെയ്ത് കൊടുക്കാം. ഇന്റീരിയറിൽ ചെറിയ പോളിഷ് കീറിപ്പ് ഉണ്ടാക്കുന്ന സെറ്റായി കൊടുക്കും കേട്ടോ. അപ്പോൾ വില എത്ര? ഇത് നമുക്ക് 1.65 ചോദിക്കണേ. നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. വണ്ടിയൊന്നും ഇങ്ങനെ കിടക്കുന്നത് നോക്കണ്ട. ഇതൊക്കെ ഇപ്പോൾ ഈ മഴയും കാറ്റൊക്കെ അടിച്ചിട്ട് പൊടിയൊക്കെ വരുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഡെലിവറി ചെയ്യുമ്പോൾ സെറ്റപ്പ് ആക്കി. പിന്നെ അൾട്ടോ വരുന്നുണ്ട്. അത് 2011 മോഡൽ കൂടി അൾട്ടോ ആണ്. LXI ഓപ്ഷനിൽ വരുന്നുണ്ട്. LXI ഓപ്ഷനിൽ വരുന്നതാണ്. ഓക്കെ. ഇതില് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് 80,000 കിലോമീറ്റർ ആകെ ഓടിയുള്ളൂ. കമ്പനി സർവീസുള്ള വണ്ടിയതാ. ഇത് 1.5 രൂപ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും. എന്തായാലും 90 ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ? ഓക്കെ. അപ്പോൾ നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. റിച്ചിന്റെ അത്യാവശ്യം നല്ല കളക്ഷനാണ്. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ പോലെ റിച്ച് കാണുന്നുണ്ട്. ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിരന്ന് റിച്ച് കിടക്കുകയാണ്. അതും ഡീസൽ വണ്ടി നമ്മുടെ ഡീസൽ വണ്ടിയാണല്ലോ? ഡീസലാണ്. ഓക്കെ. ഇത് 2015 മോഡല് റീ ചെയ്ത വണ്ടി കേട്ടോ. കർണാടകയിൽ നിന്ന് മലപ്പുറം രജിസ്ട്രേഷൻ മാറ്റിയ വണ്ടിയാണ്. ഓക്കെ. ഇത് 15 മോഡല് LDA ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ 1,25,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പിന്നെ ഇത് റേറ്റ് വരുന്നത് 2.85. ഇത് കിലോമീറ്റർ ഒക്കെ ജനുവൻ ആയിരിക്കുമല്ലോ? ഏകദേശം ജനുവല വരുന്നത്. റീപ്ലേസ്മെന്റ് ഇല്ലാതെ ഗ്യാരണ്ടി പറയാൻ പറ്റും. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നമ്പറായ വണ്ടിയായപ്പോൾ
ഗ്യാരണ്ടി കൊടുക്കാം. അടുത്ത് തന്നെ കേരള വണ്ടിയാണ് 2011 മോഡല്. നമുക്ക് 2.45 കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര ഓടിയുണ്ട്? ഇത് 1.35 ഓടിയിട്ടുള്ളൂ. 1.35 ഓടിയിട്ടുള്ളൂ. ഡീസൽ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. അടുത്തൊരു നമ്പറായ വണ്ടിയാണ് 2016 മോഡല്. ഇത് നമുക്ക് 2.55 കൊടുക്കാം. സെക്കൻഡ് ഓണർ വണ്ടി. 2.55 കൊടുക്കാം. ഇത് ഡീസൽ വണ്ടി തന്നെയാണ്. ഡീസൽ വണ്ടിയാണ്. അടുത്ത കേരള വണ്ടിയാണ്. ഇത് 2012 മോഡല്, 2.65. ഇത് തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ്. നമുക്ക് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും. 2 ലക്ഷം ലോണും കയറും. 2 ലക്ഷം ലോണും കയറും അല്ലേ? ഓക്കെ. അപ്പൊ വണ്ടിയിലൊക്കെ പൊടിയാണ് കേട്ടോ. ഇത് വാഷ് ചെയ്ത് പോളിഷ് ചെയ്യാൻ സെറ്റപ്പ് ആവും. പുറത്ത് കിടക്കണോണ്ടുള്ള പൊടിയാണ്. അടുത്ത വീണ്ടും റിച്ച്. ഇതാണെങ്കിൽ നമ്പറായ വണ്ടിയാണ്. 15 മോഡല് 16 വയസ്സുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 2.65 കൊടുക്കാം. 2.85 കൊടുക്കാം. നമ്പറായ വണ്ടിയാണ്. എത്ര ഓടി ഉണ്ട് ഇത്? ഇതും 1ന്റെ മേലെ തന്നെ. 1ന്റെ മേലെ ഓടി ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? സീറോ റീപ്ലേസ്മെന്റ് ആണ്. മേജറായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വണ്ടികളൊന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. ചെറിയ പറഞ്ഞിട്ടാണ് കൊടുക്കുള്ളൂ. ഇപ്പൊ ഇന്ന് പരിചയപ്പെട്ടതിൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് പറ്റിയ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അതേ ഇവിടെ കിടക്കുന്നു ഇയോൺ ഇഷ്ടം പോലെ. ഇതും കുറഞ്ഞ വിലക്കുള്ള വണ്ടികളല്ലേ? എല്ലാ കുറഞ്ഞ വിലക്കുള്ള. 2013 മോഡല് ഡിലീറ്റ് ഓപ്ഷനിൽ വരുന്നത് ഏറ്റവും താഴ്ന്ന ഓപ്ഷനാണ്. നമുക്കൊരു 1.5 റേഞ്ചിൽ കൊടുക്കാം. മോഡലാണ് ഡിലീറ്റ് ഓപ്ഷൻ. എത്ര ഓടി ഉണ്ടാവും? ഇത് 1.15 ഓട്ടോ. 1.15 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ഉണ്ട്. റീപ്ലേസ്മെന്റ് മെക്കാനിക് ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അടുത്ത വണ്ടി തന്നെ ഡിലീറ്റ് ഓപ്ഷനിൽ വരുന്ന വണ്ടി തന്നെ 12 മോഡല്. നമുക്ക് ഒരു 1.5 റേഞ്ചിൽ കൊടുക്കാം. 1.5 റേഞ്ച് കൊടുക്കാം അല്ലേ? 12 മോഡൽ 1 ലക്ഷം അടുത്ത് ലോണും കയറും. എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ട് കേട്ടോ. ഫിനാൻസ് കയറും. അപ്പൊ ഇത് എത്ര ഓടിന്റെ വണ്ടി? ഇത് നമുക്ക് ഓട്ടോ വരുന്ന 1.35 റേഞ്ച്. 1 മേലാണ് ഓട്ടോ ഉള്ളത്. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. ഇത് 2017 മോഡലാണ്. 17 മോഡലാണ്. ഇത് മാഗ്ന ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 2.35 റേഞ്ചിന് കൊടുക്കാം. 2.35. 17 മോഡല് മാഗ്ന. ഓക്കെ. അപ്പൊ ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതുമായി 2 ലക്ഷത്തിന്റെ അടുത്ത് ലോണും കയറും. അടുത്ത അയ്യോ, ഇത് 2016 മോഡല് മാഗ്ന ഓപ്ഷനിൽ വണ്ടിയാണ്. ഇത് നമുക്ക് 2.35. 2.35. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നീറ്റ് വണ്ടി അല്ലേ? ഉള്ളിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടെന്ന് തോന്നുന്നു. വേറെ ഇഷ്യൂ എന്നുള്ള വണ്ടിയല്ല. അടിപൊളി കണ്ടീഷനിൽ കിടക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ചെറിയ ബഡ്ജറ്റിൽ വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഷോറൂമാണ് റിയൽ ചോയ്സ് അല്ലേ? ഇനിയും ഏതെങ്കിലും ചെറിയ വണ്ടികളൊക്കെ വരാനുണ്ടല്ലേ? താഴത്തെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഏത് ചെറിയ വണ്ടി വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 2 ഗ്യാരണ്ടി ഉണ്ട്. ടോട്ടൽ ലോസും ഫ്ലഡും നമ്മൾ ഗ്യാരണ്ടിയാണ്. ടോട്ടൽ ലോസും ഫ്ലഡും പിന്നെ പുറത്തുനിന്ന് വർക്ക്ഷോപ്പിൽ ആരൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതായത് നിങ്ങൾ ഇപ്പൊ നമ്മളെ ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ളതാകുമ്പോൾ ഇവർക്ക് പരിചയമുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ടുവരാം. ആളെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി. നമ്മൾ ഇവിടുന്ന് ടോട്ടൽ ലോസും ഫ്ലഡും ഉണ്ടാകുന്നത് ഗ്യാരണ്ടി ഉണ്ടാവും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ട് ഇതൊന്നും ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ചെയ്ത് കൊടുക്കുമല്ലോ. ടയർ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിലോ അതൊക്കെ മാറ്റി കൊടുക്കുന്നതായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. പുതിയൊരു വാഹന സംബന്ധമായുള്ള വീഡിയോ കാണുന്നവരെ ബൈ. ഒരു ബൈ കൊടുത്തു.